ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയാബീൻ കറിയാണ്. ബീഫ് കറിയുടെ അതേ രുചിയിൽ നമുക്ക് സോയാബീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ സോയാബീൻ എടുത്തിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ സൈസിലുള്ള സോയാബീനാണ്. ഇതൊന്ന് കഴുകി നമുക്ക് കുക്കറിലോട്ട് വയ്ക്കാം. ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിന്ന് സോയാബീൻ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞതാണ്. അത് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമുക്കൊരു നുള്ള ഉപ്പുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എരിക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി കൂടി ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന സോയാബീൻ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സോയാബീനെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ സോയാബീനെല്ലാം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം, നമ്മുടെ ഈ മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ്. ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലകളുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലകളെല്ലാം ഇതിലൊന്ന് പിടിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രേവിക്ക് വേണ്ടി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു.